2 കൊരിന്ത്യർ 10 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കണ്ടോ, നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന വാക്യമാണല്ലോ. അവിടെ വായിക്കുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. അപ്പം ഇങ്ങോട്ട് ഈ ബലവാൻ ചെയ്യുന്ന പരിപാടി, അവൻ മാസ്ക് ഇട്ട് കവറിട്ട് വളരെ ടാക്ട്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് അവനെ പിടിക്കാതിരിക്കേണ്ടതിന് കവർ ചെയ്തുകൊണ്ട് അവനിങ്ങനെ നിൽക്കുക. പക്ഷെ അവന് പുറകിൽ ആണ് ആ ശക്തി നിൽക്കുന്നത്. അപ്പം വെളിയിൽ നിൽക്കുന്ന ആളിനോട് പോരാടിക്കോളും, അവിടെ തീർന്നോളും എന്നാണ് സാത്താൻ ചിന്തിക്കുന്നത്. ഒരു ജീവിതം മുഴുവനും ആർക്കാണ്ട് വേണ്ടിയോ പോരാടി, ഒരു ജീവിതം മുഴുവൻ ഏതാണ്ട് വേണ്ടിയോ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിക്കേണ്ട വിഷയത്തിനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോരാടി, ജീവിതം തീർന്നു പോയി. അങ്ങനെയല്ല, ആ കർട്ടൻ്റെ പുറകിൽ ഒരു തന്നിപ്പുണ്ട്. അവനെ ആത്മാവിൽ കാണാൻ കഴിയണം. സ്തോത്രം. അവൻ ഇവിടെ വായിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. സ്കാനിങ് മെഷീൻ നമുക്ക് തന്നിട്ടുണ്ട്, സ്കാൻ ചെയ്യാൻ കഴിയും. ഈ വലിയ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ വളരെ മൈലുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് റഡാറിൽ പിടിക്കുന്നത് പോലെ ശത്രുവിൻ്റെ സൈന്യത്തിൻ്റെ ആയുധം വരുന്നുണ്ട്. മൈലുകൾക്കപ്പുറത്ത് വന്ന് പൊട്ടുന്നതിന് മുമ്പേ ഇവൻ തിരിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിന്നുണ്ട് സിഗ്നൽ കിട്ടുന്നത് പോലെ. ആമേൻ. പ്രാർത്ഥനയിലിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഇവൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കർത്താവ് നിർബന്ധിക്കുന്നു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തീയമ്പുകളെ തകർത്ത് കളയുവാൻ കഴിയും. അവന് മറഞ്ഞിരിക്കുന്ന രാത്രിയിൽ, പകൽ, വ്യക്തികളിൽ, വസ്തുക്കളിൽ ഒക്കെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ പിടിച്ചു കെട്ടാൻ, തകർത്ത് കളയാൻ കഴിയും. ഇനിയും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, പിന്നെ കോട്ടകളെ ഇടിപ്പാൻ, പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്. അപ്പം ഇവൻ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ ചെയ്യും? ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കും. ആദ്യം ചെയ്യുന്ന പരിപാടി അവന് കോട്ട കെട്ടും. ഒരു ബലവാൻ ചെയ്യുന്ന ഒരു ഒന്നാമത്തെ പരിപാടി, അവൻ വെറുതെ ഇരിക്കത്തില്ല. അവൻ ആദ്യം ചെയ്യുന്ന പരിപാടി, അവന് കിട്ടിയ റിസോഴ്സ് കൊണ്ട് മനോഹരമായും ശക്തിമത്തായതുമായ ഒരു കോട്ട ഉണ്ടാക്കും. ഹല്ലേലൂയ. അതവിടെ വായിക്കുന്നേ. ആമേൻ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ. ഏതാ കോട്ട? ചൈനയുടെ വൻമതിലല്ല, ഒരു രാജ്യത്തിൻ്റെ കോട്ടയല്ല. ഏതാ ഈ കോട്ട? പിശാച് കെട്ടിപ്പൊക്കിയ കോട്ടയാണ്. എനിക്കും നിങ്ങൾക്കും എതിരായി, ഓരോ വ്യക്തികൾക്കെതിരായി, ഓരോ വിടുതലിനെതിരായി കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന കോട്ടയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഈ കോട്ടകൾ അത് ഇടിക്കാൻ ദൈവം നമ്മുടെ കരങ്ങളിൽ അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് മനസ്സിലാക്കിയാൽ ആമേൻ, കുടഞ്ഞെഴുന്നേക്കാൻ കഴിയും. ഈ കോട്ടയുടെ കല്ലുകളെ ഇടിച്ചു കളയാൻ കഴിയും. അത് കത്തി കൊണ്ടല്ല, അത് മറ്റേതെങ്കിലും ആയുധങ്ങൾ കൊണ്ടല്ല, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അതിനെ അടിത്തറയിളകും യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് വായിക്കുന്നത്, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അടുത്തത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ. കണ്ടോ, കോട്ട കിട്ടുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? സങ്കല്പത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സങ്കല്പങ്ങളെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ഇമാജിനേഷൻസ്. അവൻ്റെ കോട്ട കെട്ടുന്ന എവിടെയാണ്? ഇമാജിനേഷൻസ്. ഓരോ ഇമാജിനേഷൻ കൊണ്ടുവരുന്നു, ഓരോ ഭാവന കൊണ്ടുവരുന്നു. ആ ഭാവനയ്ക്കകത്ത് ചില വിഷയങ്ങൾ കൊണ്ടുവരുന്നു, ഭയം കൊണ്ടുവരുന്നു, നിരാശ കൊണ്ടുവരുന്നു, ഹല്ലേലൂയ, ആവലാധികൾ കൊണ്ടുവരുന്നു, തകർച്ചകൾ കൊണ്ടുവരുന്നു, നിരാശകൾ കൊണ്ടുവന്നിട്ട് ആ കോട്ട കെട്ടുന്നത് ഇങ്ങനെയാ, ഇമാജിനേഷൻ. അപ്പോൾ കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ ദാസൻ പറയാണ്, എനിക്കൊരു ആയുധം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വെട്ടും, ഞങ്ങൾ ഇടിക്കും. ഞങ്ങൾ ഇടിക്കുന്നതിനെ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും കാര്യത്തെയല്ല, മറിച്ച് കാണാൻ കഴിയാത്ത ഇമാജിനേഷൻ്റെ കോട്ട. ആമേൻ. സ്ട്രോങ് മാൻ കയറിയിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ? ഇമാജിനേഷൻ. ഭാവന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഭാവന. നല്ല ഭാവനകൾ നല്ലതല്ലേ? നിശ്ചയമായിട്ടും നല്ലതാ. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നന്മയാണ്, ഒരു അനുഗ്രഹമാണ് ഭാവന എന്ന് പറയുന്നത്. പക്ഷേ ഭാവിക്കേണ്ടതിന് മീതെ
ഭാവിച്ചുയരുകയോ ഭാവിച്ച് താഴുകയോ ചെയ്യരുത്. സ്തോത്രം. ആമേൻ. ഇത് സാധാരണ പരിപാടിയാണ്. നമ്മുടെ നല്ല ക്വാളിറ്റികളെ മുഴുവനും വൈറസ് കയറി പിടിക്കുന്നത് പോലെ പിടിച്ച് തിരിച്ചു വെച്ചിരിക്കുക. നല്ല ചിന്ത എന്താ? എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഓടിപ്പോകേണ്ട കാര്യമില്ല, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവനോട് കൂടെ നടന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇത് നല്ല ഭാവനയാണ്. എന്നാൽ ഭീതിപ്പെടുത്തുന്നതായ ഭാവനകളുണ്ട്. ആമേൻ. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വിരോധമായി ചലിപ്പിക്കുന്ന ഭാവനകളുണ്ട്, തന്നെത്താൻ ഉയർത്തുന്ന ഭാവനകളുണ്ട്. ഇതെല്ലാം കൂടെയാണ് കോട്ട കെട്ടി അവനിരിക്കുന്നത്. അതിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാവനയെ പൊളിക്കണം, ഈ ഐഡിയോളജി പൊളിയണം, ഈ ചിന്തകൾ മുഴുവൻ മാറണം. ഇതിനാണ് ദൈവം നമുക്ക് ആത്മാവിൻ്റെ ആയുധങ്ങൾ തന്നത്. ഇതങ്ങോട്ട് ആത്മാവിൽ ആരാധിച്ച് ശാസിച്ച് കഴിയുമ്പോൾ അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയാണ്. അവരോട് പോരാടിക്കൊണ്ടിരിക്കുന്ന കോട്ട കെട്ടുന്ന, നമുക്ക് വേണ്ടി എതിരായി കോട്ട കെട്ടിയവനെ ഒരു പാസ്റ്ററും ഒരു പ്രവാചകനും ഒരു അപ്പോസ്തലനും വന്ന് ശാസിച്ചാൽ പോവുകയല്ല, അവരവർ തന്നെ പൊളിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് വിടുതൽ ചിലപ്പോൾ കിട്ടിയേക്കുമായിരിക്കും. ആമേൻ. മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ അവരവർക്ക് പരിചയമുള്ള, അവരവരെ മാത്രം ബാധിക്കുന്ന, ഡീപ്പായിട്ട് വെച്ചിരിക്കുന്ന, ഡീപ്പ് റൂട്ടഡ് ചെയ്തിരിക്കുന്ന ഈ കാസിലിനെ പൊളിക്കണമെങ്കിൽ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവരോട് ഇടപെടും. ഇന്നടത്താ വിരിക്കുന്നത്, ആടിച്ച് പൊട്ടിക്കണവനെ. പ്രൈസ് ദി ലോർഡ്. സങ്കല്പങ്ങളും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടയ്ക്കിടയ്ക്കിരുന്ന് പൊങ്ങും. ഹൃദയത്തിനകത്തിരുന്ന് പൊങ്ങുക, അല്ലാതെ വേറെ എങ്ങും അല്ല പൊങ്ങുന്നത്. കാണാമായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു, കാണത്തില്ല. ഇടയ്ക്കിടയ്ക്കിരുന്ന് പൊങ്ങി വരും, ഹൃദയത്തിനകത്ത് പൊങ്ങി വരും, അശുദ്ധമായത് പൊങ്ങി വരും. പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ പൊങ്ങി വരും. സ്തോത്രം. കോട്ടയാ, കോട്ടയാ, കോട്ടയാ. വൈരാഗ്യത്തിന്റെ ചിന്തകൾ പൊങ്ങി വന്നേക്കാം. ചിലപ്പോൾ നിരാശയുടെ, ചിലപ്പോൾ ഭയത്തിന്റെ, മുമ്പേ പറഞ്ഞല്ലോ, പൊങ്ങി വരും. ചിലപ്പോൾ പറയും, നീ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല കുഞ്ഞെ, പോയെടുത്തിട്ട്. കണ്ടോ, ഇതൊരു കോട്ടയാ. ഇതിനെ ഇടിക്കണം. അതിനകത്തൊരുത്തൻ ഇരിപ്പുണ്ട്, അതിനകത്തിരിപ്പുണ്ട്. അവിടെയാണ് അവനാണ് സ്ട്രോങ് മാൻ. അവൻ യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചു കെട്ടിക്കഴിയുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോയോ അതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും. ആമേൻ. അപ്പോൾ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവൻ സൃഷ്ടിക്കുന്നത്. ഇതെവിടെ ഇരിക്കുന്നു? നമ്മുടെ മനസ്സിൽ തന്നെ കെട്ടിവെച്ചിരിക്കുന്നു, വേറെ എങ്ങും അല്ല. ഒരു കുടുംബത്തിനകത്ത്, ഒരു റിലേഷൻഷിപ്പിനകത്ത്, ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പിനകത്ത്, അല്ലെങ്കിൽ മക്കൾ അപ്പനും അമ്മ റിലേഷൻഷിപ്പിനകത്ത് കോട്ട കെട്ടി വെച്ചേക്കുക. സ്തോത്രം. എന്നിട്ട് പറയുന്നു, കീഴടങ്ങരുത്, കീഴടങ്ങരുത്, കീഴടങ്ങരുത്. നീ തോറ്റുപോകുന്ന പുള്ളിയല്ല, നീ ഇങ്ങനെ ജയിച്ചിരിക്കണം. സാത്താൻ ചിരിക്കുക, മോനെ, നിന്റെ ജീവിതം മുഴുവൻ നീ ഇങ്ങനെ യുദ്ധം ചെയ്ത് പോകത്തേ ഉള്ളൂ. എന്നാൽ ചെയ്യേണ്ട കാര്യം അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണിട്ട്, കർത്താവേ, ഇവിടെ എവിടെയാണ് ഞാൻ ഒന്ന് ക്രമീകരണം പ്രാപിക്കണമെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണമേ. അവിടെ താണ് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, അവൻ വെളിപ്പെട്ട് വരും. അവൻ ഇവനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവനെ കോട്ട പൊളിഞ്ഞു. ആമേൻ. പിന്നെ നമുക്ക് എളുപ്പമുണ്ട്, അവനെ യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് എറിയുവാനായിട്ട് കഴിയും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകമായ പോയിന്റുകൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇനിയും പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നത്, നമുക്കറിയാവുന്നൊരു വേദഭാഗമാണെങ്കിലും, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രോങ് മാൻ്റെ മറ്റൊരു വലിയ വിഷയം കാണാനായിട്ട് കഴിയും. അത് 1-2 പേർക്ക് എതിരായിട്ടല്ലായിരുന്നു, അത് വലിയൊരു ജനസമൂഹത്തിന് വിരോധമായിട്ടാണ്. അപ്പോൾ കുടുംബങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സ്ട്രോങ് മാൻ ഉണ്ട്, വ്യക്തികൾക്ക് വിരോധമായി നിൽക്കുന്നതുണ്ട്, സഭകൾക്ക് വിരോധമായി നിൽക്കുന്നതുണ്ട്, രാജ്യങ്ങൾക്ക് കൂട്ടങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്നതുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ സ്ട്രോങ് മാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യം പിടികിട്ടും. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ സ്ട്രോങ് മാൻ കയറിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മിദ്യാൻ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? മിദ്യാൻ ഒരു സ്ട്രോങ് മാനാ. പൈശാചിക ശക്തികളുടെ ഒരു വലിയ കേന്ദ്രമാണത്. അന്യാരാധനയുടെ വലിയൊരു കേന്ദ്രമാണ്. ഇതെങ്ങനെ ദൈവമക്കളുടെ മേളിൽ കയറിയത്? ഇതെങ്ങനെ ദൈവമക്കളുടെ മേൽ കയറാൻ പറ്റിയത്? എങ്ങനെ? അതിന് കാരണമുണ്ട്.
ഇവിടെ വായിക്കുന്നത് എന്താണ്? അനിഷ്ടമായുള്ളത് ദൈവത്തോട് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തെ ഉരുട്ടിക്കൊണ്ട് വന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ സ്ട്രോങ് മാന് ഒരു വലിയ കോട്ട കെട്ടാൻ അനുവാദം കിട്ടി. ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും പ്രവർത്തിക്കുന്നവനാണ് പിശാച്. അവൻ യാതൊരു പേടിയുമില്ല. ഇത് രണ്ടിനകത്തും അവന് പ്രവർത്തിക്കാം. ദൈവത്തിന് ലീഗലായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിശാചിന് ഈ രണ്ട് മേഖലയിലും പ്രവർത്തിക്കാം. ഹല്ലേലൂയ. ഉദാഹരണത്തിന് ആമേൻ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ദൈവത്തെ തിരസ്കരിച്ചാൽ, ഉപേക്ഷിച്ചാൽ, ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ, ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ വേദനിപ്പിച്ചാൽ അവന് ലീഗലായിട്ട് റൈറ്റ് കിട്ടുകയാണ്. എനിക്ക് ഡോർ ഓപ്പണായി, ഞാൻ കയറും. സ്തോത്രം. ഒരു വാക്കേറ്റം നടന്നാൽ, ഒരു അധിക്ഷേപം ഉണ്ടായാൽ, ഒരാക്രമണം ഉണ്ടായാൽ, ആമേൻ, സംഭവിക്കുന്നതിന് പിന്നിൽ ഒരു സ്ട്രോങ് മാൻ കയറിയിട്ടുണ്ട്. ഉറപ്പായിട്ട് കയറിയിട്ടുണ്ട്. വാതിൽ തുറന്നിട്ട് രാത്രി മുഴുവൻ കിടന്നേച്ച് ഒരു ജീവജന്തു അകത്ത് കയറരുതെന്ന് നമ്മൾ ശാഠിക്കുന്നത് പോലെയാണ് പിശാച് കയറരുത്, ഞാൻ തുറന്ന് കിടക്കും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നത്. ഒരിക്കലും സാധിക്കയില്ല. തുറക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. തുറന്നു കഴിഞ്ഞതും അവൻ കയറും. കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ സംഭവിക്കുന്നതാണ്. ദൈവത്തിന് വിരോധമായിട്ട് ഇസ്രായേലിനെ കൊണ്ട് ആക്കി തീർത്തു. എന്നിട്ട് അവരുടെ മേൽ ആധിക്യം പ്രാപിച്ചു. ഇവനിനി ആധിക്യം പ്രാപിച്ചപ്പോൾ ഈ സ്ട്രോങ് മാൻ എന്തെല്ലാം ചെയ്ത് നോക്കിക്കേ. നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പെട്ടെന്ന് ചിന്തിക്കാൻ പോവാം. വായിക്കാം എന്താ സംഭവിച്ചത്. സ്ട്രോങ് മാൻ കയറിയപ്പോൾ എന്നാ സംഭവിച്ചത് വായിക്കാം, താഴോട്ട് വായിക്കാം. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. യെസ്. ഇസ്രായേൽ മക്കൾ മിദ്യാനിയുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും വീട് നഷ്ടപ്പെട്ടു പോയി. നമ്പർ 1, ഉണ്ടായിരുന്ന സകല നന്മകളും നഷ്ടപ്പെട്ടു പോയി. അടുത്തത്, സമാധാനം പോയി. അടുത്തത്, ഉണ്ടായിരുന്നതായ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് എല്ലാം മാറി മറിഞ്ഞു. പിടികിട്ടുന്നുണ്ടോ? നല്ല സമാധാനത്തോടെ വീട്ടിനകത്ത് താമസിച്ചുകൊണ്ട് ജോലി ചെയ്ത് താമസിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഒറ്റ അടിക്ക് തിരിഞ്ഞു. എന്നിട്ട് എവിടെ പോയി താമസിക്കേണ്ടി വന്നു? വായിച്ചു. പർവ്വതങ്ങളിലും ഗഹ്വരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും പോയി താമസിക്കേണ്ട ഗതികേട് വന്നു. സ്ട്രോങ് മാൻ പിടിച്ചാൽ പറ്റുന്ന കാര്യം മനസ്സിലായോ? വീട് നഷ്ടപ്പെട്ടു പോയി, സാഹചര്യം പോയി, ജോലി പോയി, പിന്നെ സന്തോഷം പോയി, സമാധാനം പോയി, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുകയല്ല, എല്ലാം പോയി. എല്ലാം ഇടിച്ചു പൊളിച്ചോ? ഇല്ല, അവിടെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. പിന്നെ എവിടെ പോയി? താമസിക്കാൻ പറ്റുകയല്ല, അനുഭവിക്കാൻ സമ്മതിക്കുകയല്ല. സ്ട്രോങ് മാൻ്റെ പരിപാടി കണ്ടോ? അവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഈ ജനത്തെ അങ്ങ് ഞെരുക്കി പേടിപ്പിച്ച് ഓടിച്ചു. അവർ പോയി താമസിക്കുന്നത് താമസിക്കേണ്ടാത്തടത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. ഗുഹയ്ക്കകത്താണോ ഇസ്രായേലിൽ നീ താമസിക്കേണ്ടേ? പാറയുടെ വിള്ളലിലാണോ നീ ഇരിക്കണ്ടേ? വല്ല മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ കുറുക്കന്മാരൊക്കെ ഓളിയിടുന്നത് പോലെ പോയി ഗുഹയ്ക്കകത്തും ആ വിള്ളലിനകത്തും പോയി ഇരിക്കണോ? അങ്ങനെയല്ല. പക്ഷെ സംഭവിച്ചത് സ്ട്രോങ് മാൻ്റെ പരിപാടി കണ്ടോ? ഇതാണ് അവൻ്റെ ടെക്നിക്ക്. പേടിപ്പിച്ച് ഓടിക്കുക. കാരണം എന്താണ്? അവിടെ വായിക്കുന്നു, കർത്താവുള്ള കണക്ഷൻ പോയി കഴിഞ്ഞപ്പം ദൈവഹിതപ്രകാരമുള്ള മൂവിങ് മാറി, ചിന്തകൾ മാറി, മറ്റൊന്നിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ സ്ട്രോങ് മാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഡോർ ഓപ്പണായി, ഇതാ ഞാൻ വരുന്നു. ഇങ്ങ് കയറി അരച്ചു കയറി വരിക. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. ഇപ്പം കൈ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ജനം ഓടിപ്പോയി. അവർ ഭയന്നു. അടുത്തത് വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം, അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ്സ വരെ നാട്ടിലെ വിള നശിപ്പിച്ചു. വിള മുഴുവൻ അങ്ങ് നശിപ്പിച്ചു. വിള അവർക്ക് കിട്ടിയിട്ട് വേണം അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാൻ, അവർക്ക് ഭക്ഷിക്കാൻ. ആമേൻ. അത് നിമിത്തമാണ് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഭക്ഷണം മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ പോലെ അവരുടെ ബാങ്കാണത്. ഇത് മുഴുവൻ നശിപ്പിച്ച് പിടിച്ചുകൊണ്ട് പോയി. ഇനിയും മൃഗസമ്പത്തിനെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി. സകലതിനെയും അടിത്തറ ഇളക്കത്തക്കവണ്ണം തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവരുടെ വേറൊരു ടെക്നിക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വിതച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കും, അന്നേരം വരത്തില്ല. വിതയ്ക്കുന്നതും കഷ്ടപ്പെടുന്നതും നിലവിളിക്കുന്നതും ഉഴുന്നതും പൂട്ടുന്നതും എല്ലാം ഇസ്രായേൽ, എല്ലാം ദൈവമക്കൾ. എന്നാൽ ഇത് കഴിയുമ്പോൾ ആര് വരും? ഹാർവസ്റ്റിന്റെ സമയമാകുമ്പോൾ അവൻ വരും. സ്ട്രോങ് മാൻ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം?
അവൻ്റെ പ്രവൃത്തി കൊണ്ടറിയാം. എപ്പോഴും സ്ട്രോങ് മാൻ വന്ന് മൂടണമെന്നില്ല. അവന് സീസൺ അനുസരിച്ചാണ് വരുന്നത്. എപ്പോഴും അവൻ്റെ സീസൺ, അവൻ മിണ്ടാതിരിക്കും. എന്നിട്ട് ഹാർവസ്റ്റിൻ്റെ സമയമാകുമ്പോൾ, വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ, നന്മ കിട്ടേണ്ട സമയമാകുമ്പോൾ അവൻ രംഗത്ത് വരും. അവൻ അലറും, അവൻ പേടിപ്പിക്കും, അവൻ ഓടിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, അതിന് നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവജനം നിലവിളിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. വായിക്കുന്നത്, അവർ നിലവിളിച്ചു, ഏറ്റവും ക്ഷയിച്ചു, യഹോവയോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ സമയത്ത് ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് ഒരുവനെ കാണുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു രാജ്യത്തെ വിടുവിക്കണമെങ്കിലും ഒരു സമൂഹത്തെ വിടുവിക്കണമെങ്കിലും അനുസരിക്കുന്ന ഒരുത്തനെ ദൈവത്തിന് കിട്ടിയാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് രാത്രി ഒരു ആശ്വാസത്തിന് വക പരിശുദ്ധാത്മാ പറയുന്നത്, നമ്മുടെ കുടുംബത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു, ഒത്തിരി നിരാശ, ഒത്തിരി തകർച്ച, ഓക്കെ, എല്ലാം പോട്ടെ. പക്ഷെ ഒരു കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ എഴുന്നേറ്റാൽ, മടങ്ങി വരാൻ താല്പര്യം ഒരുത്തൻ എഴുന്നേറ്റാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരുത്തൻ എഴുന്നേറ്റ് നിന്നാൽ ഈ പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നിട്ട് ആമേൻ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ആ വ്യക്തി ആരാണ്? മറ്റാരുമല്ല, ഗിദെയോൻ. ഗിദെയോനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്ന വാക്കാണ് പിന്നെ കേൾക്കുന്നത്. അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ എല്ലാം കൊണ്ടുപോയ എന്തുകൊണ്ടാണ്? അവർക്ക് അതോറിറ്റി ഇല്ല, ദൈവസാന്നിധ്യമില്ല, ഒന്നുമില്ല. ഇനിയും ഗിദെയോനോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം കിട്ടിയോ എന്ന് നോക്കാം. ആ വ്യക്തിക്ക് ഇതെല്ലാം വന്നിട്ടുണ്ടോ? സ്ട്രോങ് മാനെ എങ്ങനെയാണ് അവൻ ജയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 12 മുതൽ വാക്യങ്ങൾ, അവൻ മുന്തിരിച്ചക്കിനടുത്ത് വെച്ച് കോതമ്പ് മെതിക്കുകയായിരുന്നു. ആരും ചെയ്യാത്തൊരു പരിപാടി അവൻ ചെയ്തു. ദൈവം ആരെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നതൊന്നും അവൻ ചെയ്യത്തില്ല, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. ശത്രു എൻ്റേത് പിടിക്കത്തില്ല, ആരുടെയെല്ലാം കൊണ്ടുപോയാലും എൻ്റെ പിടിക്കുകയല്ല. ഈ ചിന്തയാണ് അവൻ്റെ കയ്യിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ വരുന്നത് മുന്തിരിയുടെ സീസണിലാണ്. ശത്രു അങ്ങോട്ടേ വരത്തുള്ളൂ. കോൺസെൻട്രേഷൻ, പിശാചിൻ്റെ ശത്രുവിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങ് തെറ്റിച്ചു. എന്നിട്ട് അവൻ വേറെ ഒരിടത്തോട് മാറിയിരിക്കുക. ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാകാതെ മാറിയിരുന്നു കൊണ്ട്, മറഞ്ഞിരുന്നു കൊണ്ട് അവൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സ്തോത്രം. ഈ സമയത്ത് ഇത് കണ്ടിട്ട് ദൈവത്തിന് ദൂതൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതാണ് വിഷയം. ദൈവത്തിന് ആ മനുഷ്യനെ അങ്ങ് ബോധിച്ചു, ഇവരെ കൊള്ളാമെന്ന് ദൈവം തീരുമാനിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് ദൂതനോട് പറയുകയാണ്, യഹോവ നിന്നോടുകൂടെ, പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ. അതാണ് വാക്യം 12 വായിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഒരു സ്ട്രോങ് മാനെ ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇവിടെ കാര്യം കാണുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യം വരണം. ഇല്ല, ഒരു പണി നടക്കത്തില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്? ദൈവ സാന്നിധ്യം. ഓ ഹല്ലേലൂയ. ആത്മ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചിലതൊക്കെ ഒളിച്ചോടിപ്പോകും, ചിലതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കൊടുങ്കാറ്റ് അടിക്കുമ്പം ചെറിയ മേഘക്കീറുകൾക്ക് നിൽക്കാനൊക്കത്തില്ല, പാറിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമായിരിക്കും ഒന്നാമത്തെ കാര്യം പ്രസൻസ് ഓഫ് ഗാഡ്. ഗിദെയോൻ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത്? ദൈവ സാന്നിധ്യം അതവനുണ്ടായി. അടുത്തത് അവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതിന് മറുപടിയായിട്ട്, അയ്യോ യജമാനനെ, ദൂതനാണെന്നും അറിയത്തില്ല, ആരാണ്ട് ഒരു ഉപദേശിയായിരിക്കാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു മൂപ്പനായിരിക്കാം എന്ന് വിചാരിച്ചോണ്ട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാമൊക്കെ ഇതൊക്കെ പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഹൃദയത്തിനകത്തൊരു ഭാരമായിരുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് വരുന്നേ? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നേ? അപ്പൊ ദൈവം ആരെയാണ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയുന്നവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എന്തോ സംഭവിച്ചാലും ഞങ്ങൾ ഇറങ്ങി ഓടും, അയ്യോ എന്ന് വിളിക്കും. അല്ല, എന്താ ഇതിന് കാരണം, എന്താ ഇതിന് കാരണം എന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയുന്നവനെ ദൈവത്തിന് ആവശ്യമുണ്ട്. നെക്സ്റ്റ് വൺ എന്നോട് ചേർന്ന് തന്നെ അടുത്തത്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, അല്ലേ, അയ്യോ യജമാനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എന്തുകൊണ്ട്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? നെക്സ്റ്റ് വൺ, അടുത്തത്. ഒന്നാമത്തത് പ്രസൻസ് ഓഫ് ഗോഡ്. അത് ഞാൻ കൊതിക്കുന്നു, പക്ഷെ അതിനെ ഞാൻ കണ്ടില്ല.
അതെവിടെയാ കർത്താവേ? എനിക്ക് എവിടെയാ വീഴ്ച സംഭവിച്ചേ? എവിടെയാ ശക്തി നഷ്ടപ്പെട്ടു പോയേ? എന്നോടൊന്ന് സംസാരിക്കണേ. അടുത്തത്, മിറക്കിൾസ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ദൈവപ്രവൃത്തികളെ കുറിച്ച്. അത് എവിടെ പോയി ഒളിച്ചിരിക്കുക? അതെന്റെ തലമുറയിൽ ഒന്ന് വെളിപ്പെട്ട് വന്നേ പറ്റത്തുള്ളൂ. ഈ തലമുറയിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവരാജ്യം ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു. ആർക്കൊക്കെ ബലാത്കാരം ചെയ്യാൻ പറ്റുമോ അവർക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി നിന്ന് ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. മിറക്കിൾസ് എവിടെ? ദൈവം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവമാണ്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതെല്ലാം എക്സ്ട്രാ ഓർഡിനറിയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവമേ, അവൻ ഈ അത്ഭുതങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കാത്തത്? ഞങ്ങൾക്കൊരു കഥ മാത്രമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്തോത്രം. ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിന് സാന്നിധ്യം വെളിപ്പെട്ടാൽ കർത്താവിനോട് ചോദിക്കേണ്ട ചോദ്യമായത്, എന്തുകൊണ്ടാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന്? അതിന് തടസ്സം എന്താണ്? ഇവനിതൊന്നും അറിയത്തില്ല. ഇവന് ഈ ബാക്കപ്പ് ഒന്നും ഇവന് മനസ്സിലാകുന്നില്ല. നേരത്തെ സംഭവിച്ച സംഭവങ്ങളൊന്നും അത്ര വണ്ണം അറിയത്തില്ല. സ്തോത്രം. ആരൊക്കെയോ കർത്താവിനെ ദുഃഖിപ്പിച്ച് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് അതിനെ വ്യക്തമാക്കി കൊടുക്കുക അവൻ അങ്ങോട്ട് തിരിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ. നെക്സ്റ്റ് വൺ, അടുത്തത്. അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകും. കർത്താവ് പറഞ്ഞത്, അയ്യോ മോനെ കഷ്ടമായി പോയെന്നല്ല, മറിച്ച് നീ അതെല്ലാം വിട്ടേര്. സ്ട്രോങ് മാനെ അല്ലയോ പിടിക്കാൻ പോകുന്നേ, ഞാൻ നിന്നെ അങ്ങ് ബലപ്പെടുത്താൻ പോവാ. പവർ ഓഫ് ഗോഡ്. ഒന്നാമത് എന്തായിരുന്നു? പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ടാമത് എന്താണ്? പവർ ഓഫ് ഗോഡ്. ആമേൻ. ഈ മുമ്പേ പറഞ്ഞ പോലീസുകാരനാണെങ്കിൽ നേരെ നിന്ന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് പറയണമെങ്കിൽ, നില്ലവിടെ എന്ന് പറയണമെങ്കിൽ ഒരു ശക്തി വേണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പവർ, സ്തോത്രം ചെയ്യുന്നു, ഡുനാമിസ്, ആ ശക്തി നിങ്ങളുടെ മേൽ വരണം. ശക്തി വന്നു കഴിയുമ്പോൾ അവൻ അറിയാം ഇവനെ ഇനിയും പിടിച്ചു കെട്ടാൻ ഒക്കത്തില്ല. ശിംശോന്റെ മേൽ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. കെട്ടിയതുണ്ടെങ്കിൽ പൂട്ടിപ്പോക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത്തിന് ഭയമായിരുന്നു പിന്നെ അവനെ. അവൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ, ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദുഷ്ടൻ ഓടിപ്പോകും. പവർ ഓഫ് ഗോഡ്. അതാണ് ഈ ബലവാന്റെ നേരെ പോരാടുമ്പോൾ വേണ്ട അടുത്ത വിഷയം. നെക്സ്റ്റ് വൺ, വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ആമേൻ. അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു അനോയിന്റിങ്. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അനോയിന്റിങ്. അനോയിന്റിങ് എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ്. അവൻ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് എന്ത്? ഞാൻ നിന്നെ അയക്കുന്നു. വെറുതെ ഇരിക്കാൻ ഒരു അനോയിന്റിങ് ഇല്ല. സ്തോത്രം. യുദ്ധം ചെയ്യാൻ വേണ്ടി അനോയിന്റിങ്. എന്തിനാ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുന്നത് മനസ്സിലായോ? എൻ്റെ മേലും അഭിഷേകമുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാന്ന് മനസ്സിലായോ? എനിക്കൊരു യുദ്ധം ചെയ്യാനുണ്ട്. എന്നോട് വെല്ലുവിളിച്ച് നിന്നതിനെ ഞാൻ ആട്ടിച്ച് ഓടിക്കാൻ പോവാ. ഇനി അവൻ തിരിച്ചു വരികയില്ല, അവൻ കോട്ട കെട്ടുകയില്ല, അവൻ എന്നോട് പോരാടാൻ കഴിയത്തില്ല. അവൻ ഇനി പിടിച്ചു നിൽക്കാതെ അവൻ വേര് പറിച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ചില ഇടങ്ങൾ, ചില മേഖലകളിൽ നിന്ന് ശത്രു ഇറങ്ങി ഓടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിദ്യാഭ്യാസത്തിന് നേരെ, നന്മകൾക്ക് നേരെ, അവൻ ജോലിക്ക് നേരെ, സമാധാനമുള്ള ജീവിതത്തിന് നേരെ നിൽക്കുന്ന ചില സ്ട്രോങ് മാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞ് വിട്ട് ഓടിപ്പോ. പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന, അവൻ കോട്ട കെട്ടി നിൽക്കുന്ന ഊട്ടാത്മസേനെ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനോട് പറഞ്ഞത്, നിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ ആക്കി തീർക്കുമെന്നല്ല പറഞ്ഞത്, ഇപ്പോൾ തന്നെ. വിശ്വസിച്ചാൽ ഇപ്പോൾ തന്നെ കർത്താവിനെ നോക്കുകയാണ്. അപ്പോൾ തന്നെ അവനെ അപ്പോയിന്റ് ചെയ്യുകയും കൂടാണ്. കർത്താവിന്റെ അപ്പോയിന്റ്മെന്റ് ഓൺ ദ സ്പോട്ടിലാണ്. ഹല്ലേലൂയ. അടുത്ത വർഷം നോക്കാമെന്നല്ല, 6 മാസം കഴിഞ്ഞിട്ട് വരാനല്ല, ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെട്ടിട്ട് വരാനല്ല പറയുന്നത്. ഇപ്പോൾ ആരാധിക്കുന്ന ദൈവപൈതലേ, പ്രാർത്ഥിക്കുന്ന കരയുന്ന ദൈവപൈതലേ, ഗിദെയോനെ പോലെ ഇപ്പോൾ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് നിനക്ക് തരാൻ പോവുകയാണ്. ഇത്രയും വർഷങ്ങൾ അതിനോട് പോരാടിയത്, വളരെ നാളുകൾ കൊണ്ട് പോരാടിയത്, ഇപ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ചില കോട്ടകളെ തകർക്കാൻ ദൈവശക്തി വ്യാപരിക്കട്ടെ. അടിഞ്ഞു വിട്ടുപോ പിശാചേ. ദുർവ്യാപാരം ഞങ്ങളെ പിടിച്ചു കെട്ടുന്നു. ഈ വ്യക്തിയാണ് കർത്താവ് അയക്കുന്നത്. അതോറിറ്റി ദൈവം അവന് കൊടുത്തു. ഞാൻ നിന്നെ അയക്കുന്നു,
ഞാൻ നിന്നെ അയക്കുന്നു. അവൻ എന്തെല്ലാം കിട്ടി? അതോറിറ്റി കിട്ടി, പ്രസൻസ് കിട്ടി, പവർ കിട്ടി. ആമേൻ. നോക്കണേ, അനോയിന്റിങ് കിട്ടി. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക്. ആമേൻ. താല്പര്യമുണ്ടെങ്കിൽ ദൈവം അത് നൽകും. ആമേൻ. ആർക്ക് വേണ്ടി? ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള വിടുതൽ, കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടിയുള്ള വിടുതൽ ഇന്ന് രാത്രി കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. എന്തെല്ലാം നന്മകളാ പിടിച്ചു കിട്ടിയത് പിശാച്? എന്തെല്ലാമാ പിടിച്ചു കൊണ്ടുപോയത്? ഇത് ഞാൻ പറയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ചില തലമുറകളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ, ചില ജോലിയിന്മേൽ വ്യാപരിക്കുന്ന ശക്തികൾ, ചില ശുശ്രൂഷകളുടെ മേൽ വെല്ലുവിളിക്കുന്ന ശക്തികൾ, ഇതെവിടുന്നാന്നൊരു പിടിയും കിട്ടുന്നില്ല. മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനുമേൽ വിടുതൽ വ്യാപരിക്കാൻ പോകുന്നു. അത് വെളിയിൽ നിന്നല്ല, വിശ്വസിക്കുന്ന നിന്നിലൂടെ തന്നെ. ദൈവപൈതലേ, വിശ്വസിക്കുന്ന നിന്നിൽ കൂടെ തന്നെ അത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ആരേലും ഫോറിനായി ഒരുത്തനെ കൊണ്ടുവന്നിട്ടല്ല, വെളിയിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന പരിപാടി ദൈവത്തിനില്ല. ആമേൻ. പ്രശ്നത്തിനകത്ത് നിന്ന് തന്നെ വിടുതൽ ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പുറപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്റെ കുടുംബത്തിനകത്തും തന്നെ വിടുതൽ. വിശ്വസിക്കുന്ന ദൈവം നിന്നെ കൊണ്ട് തന്നെ ആ വിടുതൽ. ആ സ്ട്രോങ് മാനെ പിടിച്ചു കെട്ടണം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നന്നായി അറിയാവുന്ന ചില കാര്യങ്ങൾ, നന്നായി ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, നന്നായി പൊക്കോണ്ടിരുന്ന ചില വിഷയങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്നത് പോലെ, ആമേൻ, ആമേൻ, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നത് പോലെ, ജീവിതത്തിലെ നട്ടുമുറിയിൽ വെച്ച് തന്നെ ബ്രേക്ക് പിടിക്കുന്നത് പോലെ, ഇനി എന്ത് ചെയ്യുമെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ, ആമേൻ, ചിലരുടെ താമസങ്ങളോട് പിശാച് പോരാടി, ചിലരുടെ ലോഡ്ജിങ്ങിന്റെ മേൽ പിശാച് പോരാടി, ചിലരുടെ ഭവനങ്ങളുടെ മേൽ പിശാച് പോരാടി. ആമേൻ. സ്ട്രോങ് മാൻ പിടിച്ചു നിൽക്കുക. ആത്മാവിൽ പോരാടട്ടെ, ആത്മശക്തി പ്രാപിക്കട്ടെ. പ്രസൻസ് ഓഫ് ഗോഡ് ഇന്ന് രാത്രി വ്യാപരിക്കുമ്പോൾ ദൈവം നമ്മെ അയച്ചാൽ ചിലത് കീഴടക്കാൻ പോവുകയാണ്. വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തി. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഇപ്പോൾ യഹോവ അവനെ നോക്കി, അപ്പോൾ തന്നെ ദൈവശക്തി അവനെ മേൽ വ്യാപരിച്ചു. ഇന്ന് രാത്രി ദൈവശക്തി അവനെ മേൽ വ്യാപരിക്കുമ്പോൾ ചില അതോറിറ്റി വ്യാപരിക്കുകയാണ്, ചില പവർ വ്യാപരിക്കുകയാണ്. ശത്രുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവർ ഓടിപ്പോക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചില കൂടാരങ്ങളിലേക്ക് നിലവിളികൾ മാറാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ, എന്തെല്ലാം ചെയ്തിട്ട് പരാജയപ്പെട്ട്, ഏതെല്ലാം ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ട്, ആരെയെല്ലാം കൂട്ടിനെ വിളിച്ചിട്ട് നടക്കാതെ, ആമേൻ, 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 നേതാക്കന്മാരെ കൂട്ടി വിളിച്ചിട്ടും, ആമേൻ, ഉന്നതന്മാരെ കൂട്ടി വിളിച്ചിട്ടും പറ്റാതിരിക്കുന്ന ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മശക്തിയാൽ സംഭവിക്കാൻ പോവുകയാണ്. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ. നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടൊന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലത് ഉരുകി മാറും, ചിലത് പിന്മാറും. അവനെ പുറകോട്ട് അടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവം ചില യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു. പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ, ആമേൻ, സ്ട്രോങ് മാനെ കണ്ടിട്ട് ഓടിപ്പോകരുത്. സ്തോത്രം. അത് തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇന്ന് കാണുന്ന വ്യക്തിയല്ല, അതിന്റെ പുറകിൽ ഒരുത്തനുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയാൽ ചിലയിടങ്ങളിൽ നമ്മുടെ കർട്ടനുകൾ വീഴുന്നത് പോലെ മാസ്കുകൾ താഴെ വീഴും. യഥാർത്ഥ വ്യക്തി വെളിപ്പെട്ട് വരും. അതോടുകൂടെ വിടുതൽ വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ക്രമീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ അവനെ പിടിക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, ദൈവമക്കൾ അവനെ പിടിച്ചു കിട്ടും. യേശുവിന്റെ നാമത്തിൽ. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ. പ്രാർത്ഥിക്കാം. സ്തോത്രം. നിന്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ വെളിപ്പാടിന്റെ നടുവിൽ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾക്കൊരു സ്ട്രോങ് മാൻ ഉണ്ട്, ഒരു ബലവാനുണ്ട് ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചോടുകയല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ഒത്തിരി സാധനങ്ങൾ, കാര്യങ്ങളുണ്ട്, നന്മകളുണ്ട്, റിലേഷൻഷിപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, ദൈവം കണക്ട് ചെയ്തതെല്ലാം ഉണ്ട്. അതിനെ ശത്രുവേ നീ പിടിക്കാൻ എന്ത് കാര്യം? കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ മറയുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു വരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു വരുന്നു. ഞങ്ങളുടെ ദോഷങ്ങളെ ക്ഷമിക്കണമേ കർത്താവേ. യേശുവേ, ഞങ്ങൾ വീണുപോയത്, ശത്രുവിന് അവസരം കൊടുത്തത്, ഞങ്ങളുടെ വാക്കുകൾക്കകത്ത് വീണുപോയത്, നിരാശപ്പെട്ടത് പോയത്, പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതത്തിന് വിരോധമായി പറഞ്ഞതല്ല. കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ദൈവവചനത്തിന് വിരോധമായി പറഞ്ഞു പോയത് ക്ഷമിക്കണമേ കർത്താവേ. ദൈവിക വ്യവസ്ഥയ്ക്ക് വിരോധമായി പറഞ്ഞു പോയത് ക്ഷമിക്കണമേ കർത്താവേ. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ വീണുപോയത് ക്ഷമിക്കണമേ കർത്താവേ. അതിന്റെ ഞങ്ങൾ മടങ്ങി വരികയാണ്. ചില ക്രമീകരണങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയാണ്. പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചു, അത്ഭുതങ്ങൾ അവർ കണ്ടു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും നടക്കുമായിരുന്നു. ആമേൻ. അന്ന് നടന്നതായ വീര്യപ്രവർത്തികൾ ഇന്നൊരു കഥ പോലെ മാത്രമാണ്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഞങ്ങൾക്ക് കഥ പുസ്തകമല്ല വേണ്ടിയത്, അനുഭവങ്ങളുടെ പുസ്തകം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾ അത് സംഭവിക്കണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീഴ്ചകളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അനിഷ്ടമായി കർത്താവിന് വിരോധമായി ചെയ്തതെല്ലാം ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് വിടുതലുണ്ട്. അവിടുത്തെ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം ചെറിയതല്ല, അത് വിലപ്പെട്ടതും ശക്തിയേറിയതുമാ. ഇന്നും അത് പ്രവർത്തിക്കുന്നതാ. അതിന് നടുവിൽ വിടുതലുണ്ടല്ലോ കർത്താവേ. ആ യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ മറയുന്നു. വചനത്തിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശക്തിപ്പെടുന്നു. ദുഷ്ടനെ പകരം ഞങ്ങൾ പിടിച്ചു കെട്ടുന്നു. വർഷങ്ങൾക്ക് പിമ്പിൽ കെട്ടിയ കെട്ടുകൾ, പിടിച്ചുകൊണ്ട് പോയ വിഷയങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു. യേശുവിന്റെ നാമം തിരിച്ചു പിടിക്കുകയാണ്. ഓ, റിവേഴ്സ് ചെയ്യുകയാണ്. ഭീതിയുടെ ശക്തിയെ വിട്ടുമാറ്. ശരീരത്തിന് മേൽ പതിയിരിക്കുന്ന ശക്തിയെ വിട്ടുപോകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികളെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുതികൾ വിട്ടുപോകട്ടെ. ജീസസ് നെയിം, ജീസസ് നെയിം. അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കൂടാരങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ബന്ദികളാക്കി വെക്കുന്നത് പോലെ, സന്തോഷത്തെ ബന്ദികളാക്കുന്നത് പോലെ, ചേർന്നു വരേണ്ടതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദുരാത്മ വ്യാപാരമേ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ക്ഷയം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നതിന് നടുവെ നിൽക്കാൻ പിശാചിന് പറ്റത്തില്ല. അവിശ്വാസമാണ് ശത്രുവിന്റെ ആയുധമെങ്കിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. അവന്റെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ബലഹീനനായ ഒരു ദൈവമല്ല, സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ യഹോവ അവനെ നോക്കി ഈ ബലത്തോടു കൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞ് അവനെ ചൈതന്യപ്പെടുത്തതുപോലെ അടിയങ്ങളെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. അതോറിറ്റി ആൻഡ് പവർ ആൻഡ് പ്രസൻസ് ആൻഡ് അനോയിന്റിംഗ് ഇത് അവന്റെ മേൽ വ്യാപരിച്ച് ഗിദെയോനെ വലിയൊരു യുദ്ധം ചെയ്ത് ജയിപ്പാനടിയായി തന്നതുപോലെ ഇന്ന് രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഞങ്ങളെ ഓർമ്മിച്ച് കർത്താവിന്റെ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനം വെളിപ്പെടട്ടെ, വിടുതലായി തീരട്ടെ, ജീവിതത്തിന്മേൽ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ബലവാന്മാരെ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നു. സകലതും ഞങ്ങൾ കൊള്ള ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നു. പിടിച്ചുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവരുന്നു. ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾ സന്തോഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയത്തിന് കൊടി ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കൃപയ്ക്കായി വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ.